പൂച്ച മറ്റേ ബിഗ് ബിയിൽ മമ്മൂട്ടി പോണ മാതിരിയാ പോണം ഓടെ ഇവിടുന്ന്. അപ്പോ ഞാനിന്ന് പറയാൻ പോണത് KSRTCനെ കുറിച്ച് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തായാലും കാണുന്നുണ്ടോ, മറക്കരുത്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതാണ് നമ്മുടെ KSRTC. ഇത് കോങ്ങാട്ടിൽ നിന്ന് വരികയാണ്, മണ്ണാർക്കാടേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനിന്ന് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് KSRTCനെ കേരളത്തിലേക്ക് കിട്ടിയത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഭരണകാലത്തായിരുന്നു. അതായത് അവരായിരുന്നു അന്ന് KSRTCയുടെ ഫുള്ള് എന്താ പറയുക, ഫുള്ളായിട്ടുള്ള അധികാരം ആ മഹാരാജാവിൻ്റെ കീഴിലായിരുന്നു. അത് ഒരുപാട് വർഷം മുന്നേ ഉണ്ട്. അത് നമുക്കൊക്കെ അറിയണ കാര്യമാണ്. എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും. ഞാൻ വർഷം പറയില്ല, പോട്ടെ അതുകൊണ്ട്. അപ്പോൾ KSRTCയുടെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഞാൻ പറയാം, വൃത്തിയില്ലായ്മയാണ്. നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഞാനൊക്കെ KSRTC പോണ ആളുണ്ടാണ്. അച്ചടക്കമല്ല, അതേപോലെ സൗന്ദര്യബോധമല്ല. ഇന്ത്യ കേരളത്തിലെ ഒരു വാഹനമാണ് എന്നുള്ളൊരു അച്ചടക്കബോധമല്ല നമ്മുടെ KSRTCക്ക്. അപ്പോൾ KSRTCനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കണമെന്ന് നല്ല ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അതിന് ചുമതലപ്പെടുത്തിയ അധികാരികളാണ് പ്രശ്നങ്ങൾ. കാരണം KSRTCനെയൊക്കെ KSRTCനെ സ്വന്തം ബസ്സായിട്ട് കൊണ്ടു നടക്കണ ഒരുപാട് നല്ല വ്യക്തികളുണ്ട് നമ്മുടെ കേരളത്തിൽ. പക്ഷേ ഇതൊന്നും ആർക്കും ചെവി കൊള്ളാനും ഇതിനും വയ്യാത്തൊരവസ്ഥയാണ്. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ട അറിയോ? നമ്മളൊക്കെ യാത്രക്കാരാണ്. ഭൂമിയിലായാലും ബസ്സിലായാലും എവിടെയായാലും നമ്മളൊക്കെ യാത്രക്കാരാണ്. പക്ഷേ പിന്നെ KSRTCയുടെ കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഒരു സ്വന്തമായിട്ടുള്ളൊരു അധികാരമുണ്ട്. അതൊന്നും പിന്നെ ആരും മനസ്സിലാക്കാത്തൊരവസ്ഥയും കൂടിയാണ്. അതായത് പിന്നെ ബാക്കിലുണ്ട്. അപ്പോൾ ഞാനതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വാഹനം നമുക്ക് മുന്നിലുണ്ടെങ്കിലാണ് നമുക്ക് ശരിക്കത് പറയാൻ പറ്റുക. അപ്പോൾ മുമ്പിൽ പോട്ടെ. അതായത് അതിൻ്റെ കണ്ടക്ടറും ഡ്രൈവർക്കും എന്തിന് നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ ഇവർ ഹെഡ്ലൈറ്റ് ഇട്ട് തരില്ല. അതാണ് ഏറ്റവും വലിയ ദേഷ്യം വരുന്നത്. പിന്നെ നിങ്ങളുടെ സ്വത്ത് മുതലൊന്നും അല്ല കേട്ടോ, അതൊക്കെ ഗവൺമെൻറ്റിൻ്റെയാണ്. നിങ്ങളൊക്കെ ഒറ്റ സെക്കൻഡ് മതി അതിന് പുറത്താക്കിയിട്ട് നിങ്ങൾ വല്ല കൃഷിപ്പണിക്ക് ഇറങ്ങേണ്ടി വരും. അതാണ് സർക്കാർ. അപ്പോൾ നിങ്ങൾ കൂടുതൽ അഹങ്കരിക്കരുത്. KSRTCയുടെ എല്ലാ ഡ്രൈവർമാരോടും എല്ലാ കണ്ടക്ടർമാരോടും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അഹങ്കാരത്തിൻ്റെ ധ്വനി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും അത് നിർത്തിക്കൊള്ളുണ്ടോ. കാരണം നിങ്ങളൊക്കെ മനുഷ്യരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കേരള സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണെന്നുള്ളൊരു പദവി എന്നതിൽ അത് ഒരു ചോപ്പ് വരയും കൊണ്ട് തീരാവുന്ന പ്രശ്നമുള്ളൂ. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. ആ ചോപ്പ് വര വീണ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളുമല്ല, പിന്നെ നിങ്ങൾ വെറും സാധാരണത്തിൽപ്പെട്ട ഒരാളാണ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ അഹങ്കാരം കൊണ്ട് നിങ്ങൾ ഒരിക്കലും പിന്നെ KSRTCയുടെ ജോലി നിങ്ങൾ മറ്റുള്ളവരെയും കൂടി ബഹുമാനിക്കുക. അതായത് നിങ്ങൾ ഓരോ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓരോ കസ്റ്റമർ കയറാറുണ്ട്. ഈ കസ്റ്റമറെയൊക്കെ നിങ്ങൾ ബിഹേവ് ചെയ്യണം. അവരെ സാഹചര്യം കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവരെ ബിഹേവ് ചെയ്ത് വേണം കൊണ്ടുപോകാൻ. ഒരു പൂച്ച മറ്റേ ബിഗ് ബിയിൽ മമ്മൂട്ടി പോണ മാതിരിയാണ് പോണത് ഓടെ ഇവിടുന്ന്. അപ്പോൾ പിന്നെ ഇവിടെ പത്തനംതിട്ട, അതേമാതിരി കോഴിക്കോട്, വയനാട് ഇവിടെയൊക്കെ നല്ല പിന്നെ രീതിയിൽ KSRTCനെ സ്വന്തം ബസ്സായിട്ട് കൊണ്ടുപോകണം. ഞാൻ വീഡിയോയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ് ശരിക്കും ഡ്രൈവർമാരും കണ്ടക്ടർമാരെന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. ആ ബസ് ഒന്ന് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ട്രെയിനും പിന്നെ ഇന്ത്യയിലത്തെ ട്രെയിനും KSRTC ഒരേപോലെയാണ്. അപ്പോൾ ഇവർക്കൊന്ന് സർവീസ് ചെയ്താൽ മതി. എന്നാലേ ആൾക്കാർക്കൊരു പ്രത്യേക ബഹുമാനം ഉണ്ടാവും ആ വണ്ടിയിലെടുത്ത്. എൻ്റെ KSRTC എന്ന് പറയാനുള്ള ഒരു ബഹുമാനം ഉണ്ടാവും. ഇവിടെ എന്തോ ഫംഗ്ഷനാണ് തോന്നുന്നുണ്ട്. ഒന്നുമില്ല, ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവും. കാരണം മരിച്ചാലാണ് കൂടുതൽ വാഹനങ്ങൾ കാണുക. അപ്പോൾ ഞാനിന്നിപ്പോൾ ഒന്ന് KSRTCയെ കുറിച്ച് പറഞ്ഞെന്താ അറിയോ,
നമ്മുടെ മന്ത്രി KB ഗണേഷ് കുമാർ സാറിൻ്റെ അടുത്ത് ഞാൻ പറയും, നിങ്ങൾ കേരളത്തിലെ മുഴുവനും KSRTC ഒന്ന് ദിവസേന ഒന്ന് സർവീസ് ചെയ്യുക. അതേമാതിരി ഇവന് KSRTC പോകുമ്പോൾ ഭയങ്കര പുക അത് ശരിക്കും എന്താണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു വണ്ടിയുടെ ഓയില് മറ്റൊരു വണ്ടിയുടെ ഓയിലായിട്ട് ചേഞ്ച് ചെയ്യുക, ആ വണ്ടിയുടെ ഓയിൽ വേറെ വണ്ടിക്ക് ചേഞ്ച് ചെയ്യുക, ഇതാണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ അതിന് ശരിക്കും പുക മലിനീകരണം കൂടുക ചെയ്യുക. ഇതൊക്കെയാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഒന്നാമത് എന്തറിയോ, നിങ്ങൾ മറ്റേ കുഞ്ചാക്കോവിൻ്റെ ഒരു സിനിമ കണ്ടിട്ടില്ലേ, ഓർഡിനറി എന്ന് പറഞ്ഞൊരു സിനിമ? നല്ല രസമുള്ള പടം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പടം. അപ്പോൾ അതിൽ പിന്നെ സുഗു ഡ്രൈവർ ഉണ്ട്, അതായത് നമ്മുടെ എന്താ മൂപ്പരുടെ പേര്, സിനിമ കാണാത്തതുകൊണ്ട് നമുക്ക് മറന്നുപോയി. അപ്പോൾ മൂപ്പര് അതേ സ്വഭാവമുള്ള ആൾക്കാരാണ് കൂടുതലും KSRTC ഉള്ളത്. അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോകും, അതുകൂടി നമുക്കൊന്ന് ആലോചിക്കണം. അപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാർ സാറിനോട് ഞാനിപ്പോൾ ഈ വഴി വന്നപ്പോൾ KSRTCനെ കണ്ടപ്പോൾ ഞാൻ എടുത്തത് മാത്രമേ ഉള്ളൂ, അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്ന് മാത്രം. KSRTCനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 1000 നാവുള്ള അനന്തന് പോലും പറയാൻ പറ്റില്ല എന്നാണ് പറയാം. അത് അങ്ങനെ ഒരു കഥ, അങ്ങനെ പോട്ടല്ലേ.